ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായം 16-ാം തിരുവചനം. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. ജീവനാകുന്ന വചനമാണ് ഇന്നത്തെ ചിന്താവിഷയം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. ഈ വചനമാണ് മാംസം ധരിച്ച് മനുഷ്യനായി പിറന്നത്. അവനാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു. ഈ സത്യം പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് മാത്രമേ വചനത്തിന് ജീവനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പാപികൾ മാനസാന്തരപ്പെടുന്നതും പച്ചവെള്ളം വീഞ്ഞാകുന്നതും വീഞ്ഞ് തിരുരക്തമാകുന്നതും പിശാച് ബാധിതരിൽ നിന്നും അന്ധകാര ശക്തികൾ വിട്ടൊഴിയുന്നതും ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകുന്നതും ഒന്നുമില്ലായ്മയിൽ നിന്നും മത്സ്യത്തിൻ്റെ ചാകര ലഭിക്കുന്നതും ഒറ്റിക്കൊടുത്തവനെയും തള്ളി പറഞ്ഞവനെയും ഉപേക്ഷിച്ചു പോയവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതും കുരിശിലേറ്റിയവരോട് പൂർണ്ണമായി ക്ഷമിക്കുന്നതും ഇങ്ങനെ മാനുഷിക ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ വചനശക്തിയാൽ സംഭവിക്കുന്നത് ബൈബിളിൽ നാം വായിക്കുന്നു. അശാന്തിയുടെ തീരത്തുകൂടെ സഞ്ചരിക്കുന്ന ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കോവിഡ് രോഗത്തിൻ്റെ മഹാമാരിക്ക് മുൻപിൽ തോറ്റുപോകാതെ മുന്നേറാൻ നമുക്ക് ശക്തി പകരുന്നത് തിരുവചനം മാത്രം. ശിമിയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. യോഹന്നാൻ 6:68. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.